സഹോദരി സഹോദരന്മാരെ, എൻ്റെ പേര് ജിയോ ജോസഫ്. ജിയോ മച്ചാൻ എന്ന് പറഞ്ഞാലായിരിക്കും കൂടുതൽ അറിയുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനായിട്ടുള്ള കാരണം, ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ട് 15 മില്യൺ ഫോളോവേഴ്സിൽ കൂടുതൽ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോൾ ഞാൻ സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ ഇൻ മൈ ലൈഫ്. ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരുപാട് ഡിസ്ക്ലെയിമറുകൾ ഇതിൻ്റെ കൂടെ ചേർക്കാനുണ്ട്. ഒന്നാമത്തെ കാരണം, എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് സാധാരണ എന്നെ കാണുന്ന ഒരു എനർജിയിലായിരിക്കില്ല നിങ്ങൾക്ക് ഇന്ന് എന്നെ കാണാനായിട്ട് പറ്റുക. ആൻഡ് ഞാൻ സഭാകമ്പം ഉള്ളൊരു വ്യക്തിയാണ്. കൂടുതലായിട്ടും ടെക്നിക്കൽ വർക്കുകൾ ചെയ്യുക, ഉറച്ച് സംസാരിക്കുക എന്നുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അതെല്ലാം ഒരു ഡിസ്ക്ലെയിമറായി വെച്ചുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റോറി കൂടിയാണ് ഞാനിതിൽ പറയുന്നത് കേട്ടോ. സാധാരണ ഒരു നാട്ടുമ്പുറത്തുകാരനായ ഒരു അപ്പനും അമ്മയ്ക്കും ഉണ്ടായ മകനാണ് ഞാൻ. അപ്പോൾ എൻ്റെ അപ്പന് കൽപ്പണിയാണ്, അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. അങ്ങനെ സാധാരണ ഒരു നാട്ടുമ്പുറത്തുകാരൻ ഒരു 10ാം ക്ലാസ് +2 എങ്ങനെ പഠിച്ചു വരുന്നോ അതേ രീതിയിൽ തന്നെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ട് വളർന്നു വന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ സമയത്തുണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയെങ്കിലും പഠിപ്പ് തീർക്കണം, ഒന്നില്ലെങ്കിൽ അപ്പൻ്റെ ഒപ്പം കൽപ്പണിക്ക് പോകണം, അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട്, അന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യമുണ്ട്, ഗൾഫിൽ പോയാൽ അവിടെ പണം കായ്ക്കുന്ന മരമുണ്ട്, 2 കുലുക്കുലുക്കിയാൽ പൈസ കിട്ടുമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ച് ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അങ്ങനെ തട്ടിമുട്ടി നമ്മുടെ പ്രീ ഡിഗ്രി, അതായത് +2 ഒക്കെ കഴിഞ്ഞ്, പിന്നീട് മനസ്സിലായി +2 പഠിച്ചതുകൊണ്ട് മാത്രം ഒരു ജോലി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോളിടെക്നിക്കിൽ ചേരുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അങ്ങനെ പോളിടെക്നിക്കും ഇതേപോലെ തട്ടിമുട്ടി പാസ്സാക്കി തീർത്തു. 1 വർഷം നമ്മളെ എക്സ്പീരിയൻസ് വേണമല്ലോ ഗൾഫിലൊക്കെ പോകണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 വർഷത്തെ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മുടെ സെസ് അറിയോ, സെസ്, അവിടെ SFO ടെക്നോളജി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്തു 1 വർഷം. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാനിവിടെ നിൽക്കാൻ കാരണമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ M4Tech എന്ന് പറയുന്ന ഒരു പേജ് കാരണം, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ കാരണമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നത്. അതല്ലെങ്കിൽ ഗൾഫിൽ ഏതെങ്കിലും ഒരു അറബിയുടെ അടിയിൽ പണിയെടുക്കുന്ന ഒരു ആളായിരിക്കും ഞാൻ. അപ്പോൾ ആ ഒരു മൊമെൻ്റ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഫ്രണ്ട്, അതായത് M4Tech എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ബാക്കി പകുതി ഇവിടെ ഇരിക്കുന്നുണ്ട്, പ്രവീൺ മച്ചാൻ, ഒരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റും. അവൻ്റെ ഒരു കോളിൽ നിന്നാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. അതായത് ഞാൻ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് പ്രവീൺ വിളിക്കുകയാണ്. പ്രവീൺ വിളിച്ചത് ഇങ്ങനെയായിരുന്നു: ജിയോ, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്, അപ്പോൾ എനിക്കതിൽ ആങ്കർ ചെയ്യാനായിട്ട് ഒരാളെ വേണം, നിനക്ക് പറ്റുമോയെന്ന്. ആ സമയത്ത് നമുക്ക് യൂട്യൂബ് എന്താണ്, യൂട്യൂബ് ചാനൽ എന്താണെന്ന് അറിയില്ല. അതായത് നമ്മൾ യൂട്യൂബ് കാണുന്നത് ഒന്നില്ലെങ്കിൽ വല്ല പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുടെ പോർഷൻസ് കാണാനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പ്രവീൺ എന്നെ വിളിക്കുകയാണ്, ഇങ്ങനെ നമുക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കറിയില്ല എന്താണ് യൂട്യൂബ്, എന്താണ് ചാനൽ എന്നൊന്നും അറിയില്ല. കാരണം യൂട്യൂബൊക്കെ അന്ന് നമ്മുടെ കേരളത്തിലൊന്ന് പതിയെ ക്ലച്ച് പിടിച്ച് വരുന്നുള്ളൂ. അംബാനി ഫ്രീ ആയിട്ട് നെറ്റ് തന്നൊരു സമയമായിരുന്നു അന്ന്. അപ്പോൾ അൺലിമിറ്റഡ് നെറ്റാണ് എല്ലാവർക്കും. അപ്പോൾ പ്രവീൺ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ ഞാനെന്താ വരാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ചെന്നു. ആ സമയത്ത് കൂടുതലായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിന്നത് നമ്മുടെ നെറ്റൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സമയമായതുകൊണ്ട് ഓരോ ന്യൂസുകൾ ഉണ്ടാവും. ജിയോയുടെ പുതിയ ഓഫർ വന്നിട്ടുണ്ട്, ഇത്ര മാസത്തേക്ക് ഇത്ര ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ന്യൂസായിട്ട് പറയുന്ന ഒരു ചാനലായിട്ടാണ് M4Tech സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ M4Tech സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ദിവസം നേരെ ചെന്നു, പ്രവീണിൻ്റെ വീട്ടിലിരുന്നു. അവൻ്റെ ഒരു പഴയ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, അതിൽ നമുക്കൊരു ചാനൽ തുടങ്ങണം, അതിനെന്ത് പേരിടും, M4Tech എന്ന് പേരിടാം. അപ്പോൾ അതിനർത്ഥം ഇതുവരെ ചോദിച്ചാൽ എനിക്ക് പറയാനില്ല. അതായത് M4Tech ആ ഒരു പേരിൻ്റെ അർത്ഥം
ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടാത്തൊരു കാര്യമാണത്. അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊക്കെ ടെക് ന്യൂസുകളായിരുന്നു ഇട്ടത്. ആരും തന്നെ കാണാനുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 3 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട് 4 പേരാണ് കണ്ടത്. അതിൽ ഒന്ന് ഞാനും ഒന്ന് പ്രവീണായിരുന്നു. ബാക്കി ആരാണ് കണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ പ്രവീൺ ആ തുടങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു, യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പൈസ ഒന്നും അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റില്ലടാ, ഒരു 6 മാസം നമ്മൾ പണിയെടുത്താലേ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ എന്ന്. അങ്ങനെ പണിയെടുത്തു, കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്കൊരു തോന്നൽ വന്നത്, എനിക്ക് ഈ ന്യൂസും കാര്യങ്ങളൊന്നും പറയാനുള്ള കഴിവില്ല. എനിക്ക് ആകെ എൻ്റെ അറിവിലുള്ള കഴിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നല്ല രീതിക്ക് ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തല്ലി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കുക, അല്ലെങ്കിൽ അതെങ്ങനെ റീബിൽഡ് ചെയ്യാം, പിന്നെ കുറച്ച് സയൻസ് പ്രൊജക്റ്റ് കുട്ടികൾക്ക് എങ്ങനെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് എന്തുകൊണ്ട് യൂട്യൂബിൽ കൊണ്ടുവന്നൂടെ? കാരണം അന്ന് മലയാളത്തിൽ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വീഡിയോ ചെയ്യാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ടെക്ക് അതിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങിയത്. അതിൽ നിന്ന് നമുക്ക് ആദ്യം കുറച്ച് വ്യൂസ് കൂടുന്നത് കണ്ടപ്പോൾ മനസ്സിലായി, മലയാളികൾക്ക് പുതിയൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും ഒരു തോരയുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന എംഫോടെക്കിലേക്ക് വരുന്ന കണ്ടന്റുകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതിനിടയിൽ വേറൊരു കാര്യങ്ങൾ കൂടി ഉണ്ട്. അതായത് ഇങ്ങനെ ചാനലൊന്ന് ക്ലച്ച് പിടിച്ച് വരുന്ന സമയത്ത് ഒരു വഴിത്തിരിവുണ്ടാവാണ്. അതായത് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അങ്കിളുടെ അടുത്ത് എന്നെ ഗൾഫിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിസ അടിച്ചു വന്നു. അങ്ങനെ നേരെ മനസ്സോടെ ഗൾഫിലേക്ക് കയറിപ്പോവായിരുന്നു. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോയതാണ്. അങ്ങനെ ചെന്ന് യൂട്യൂബ് ചാനൽ ഇവിടെ ഇട്ടേച്ച് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അന്ന് എനിക്ക് ജോലിക്ക് അവർ പറഞ്ഞിരുന്നത്, അതായത് ഗൾഫിലെ ജോലിക്ക് പറഞ്ഞിരുന്നത് 50,000 രൂപയായിരുന്നു. പക്ഷേ അന്ന് നാട്ടിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ ഇരട്ടി കിട്ടിക്കൊണ്ടിരുന്നൊരു സമയമാണ്. പക്ഷെ മനസ്സോട് കൂടിയിട്ട് ഞാൻ ഇവിടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് പോയി. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിന്ന് പിടയ്ക്കുകയാണ്. കാരണം അവിടെ എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. പക്ഷേ ഞാൻ തുടങ്ങിയിട്ടൊരു പ്ലാറ്റ്ഫോം അവിടെയുണ്ട്, എനിക്കറിയാവുന്ന പണി അതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്ന് അവസാനം ഒരു 3 മാസം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞ് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ചാടിപ്പോന്നു. അങ്ങനെ ചാടിപ്പോന്നു. പിന്നെ നാട്ടിലെത്തി കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. പിന്നെ വെച്ചടി കയറ്റായിരുന്നു. അതിനിടയിലാണ് വ്ളോഗർമാർക്കൊക്കെ എന്താ പറയുക, ദൈവം സഹായിച്ചു കൊടുത്തതാണെന്ന് തോന്നുന്നു. ഞാനൊരു തമാശ രൂപേണ പറയുന്നുണ്ടെങ്കിലും കൊറോണ വന്ന ടൈം ആയതുകൊണ്ട് വ്ളോഗേഴ്സിനെല്ലാം നല്ല രീതിക്ക് റീച്ച് കിട്ടി തുടങ്ങി. സാധാരണ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ 10 വർഷം അധ്വാനിച്ചാൽ കിട്ടുന്ന തുക വ്ളോഗേഴ്സിന് ഏകദേശം 1 വർഷം കിട്ടി. അങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എല്ലാവരും എത്തുന്നതും. മുട്ടിന് ചാനലുകൾ തുടങ്ങിയ ആളുകൾ, അതായത് ഒരു വീട്ടിൽ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ചാനൽ നിർബന്ധമായ ഒരു കാലഘട്ടം അതിനിടയിൽ വന്നായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ മാറി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആവർത്തന വിരസതകൾ വന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ മീഡിയം അവിടെ തുറന്നു വന്നേക്കാണ്. അതായത് അധ്വാനം കുറവായിട്ടുള്ള എന്നാൽ നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുള്ള പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ എല്ലാവരും ഈ സോഷ്യൽ മീഡിയനെ കണ്ടു തുടങ്ങി. അങ്ങനെ കണ്ടു തുടങ്ങി എന്താ പറയുക, തൊട്ടതിനും തൊടാത്തതിനും വീട്ടിൽ കഞ്ഞി വെച്ചതും ചോറ് വെച്ചതും അപ്പുറത്തെ പറമ്പിൽ വേസ്റ്റ് ഇട്ടതും എല്ലാം കണ്ടന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു അവിടെ. പക്ഷേ എന്താ പറയുക, എല്ലാത്തിനും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. നമ്മൾ നല്ല ക്വാളിറ്റി ആയിട്ട് ഒരു സാധനം കൊടുത്തില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊരു അവസ്ഥ വരും. ഇപ്പോൾ കറൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ക്ലിക്കായി വന്ന ഇൻഫ്ലുവൻസേഴ്സ് മൊത്തം ഇപ്പോൾ ഡൗൺ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കോണ്ടന്റ് ഇല്ല. അന്ന് കോണ്ടന്റ് ഉണ്ടായിരുന്നു, കയ്യിലുള്ളതൊക്കെ തീർന്നു പോയി. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സാച്ചുറേറ്റഡ് ആയി, ഇനി അതിന് ഒരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളത്. ബട്ട് ഞാൻ സ്റ്റിൽ ഇപ്പോഴും പറയാണ്, നിങ്ങളുടെ കയ്യിൽ യൂണീക്ക് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ യൂണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സർവീസ് കൊടുക്കാനുണ്ടോ, അതിനെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുമോ, സോഷ്യൽ മീഡിയ ഇപ്പോഴും നിങ്ങൾക്ക്
നല്ല രീതിക്കുള്ള ഏണിങ്സ് തരും, നല്ല രീതിക്ക് നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. പിന്നെ ഉള്ളൊരു കാര്യം, എൻ്റെ ലൈഫിൽ ഞാൻ വന്ന് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഈ സോഷ്യൽ മീഡിയ കാരണം തുടക്ക കാലഘട്ടത്തിലൊക്കെ കോണ്ടന്റ് തപ്പി ഞാൻ ഒരുപാട് നടക്കും. അതായത് എന്താണ് പുതിയത് ചെയ്യുക, കാരണം നമ്മൾ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞ് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാനാണ് വളരെ പാടുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാം. ഇത് ഞാനും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ സിമ്പിളായിരുന്നു കോണ്ടന്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നീട് അത് നമ്മളൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് താഴേക്ക് വീഴാതിരിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നൊരു സ്ട്രഗിള് ഏതൊരു കണ്ടന്റ് ക്രിയേറ്ററും അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാലഘട്ടത്തിലൊക്കെ യുണീക്ക് കണ്ടന്റ്സ് നോക്കി നമ്മൾ നടക്കും. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യമായിരുന്നു റീസൈക്ലിംഗ് ഓഫ് പ്ലാസ്റ്റിക്. കാരണം എനിക്ക് ഒരു ആദ്യത്തെ എൻ്റെ മോട്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു. കാരണം പൈസ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ, ഇൻക്ലൂഡിങ് എൻ്റെ കോളേജ് ടൂർ വരെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് ഒരു എന്താ പറയുക താഴെത്തട്ടിൽ നിൽക്കുന്ന ഒരു വീടായിരുന്നു. അപ്പോൾ പോളിടെക്നിക്കിന് പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് ഫീസ് കൊടുക്കാനായിട്ട് ചോദിക്കാൻ വരെ എനിക്കൊരു ചമ്മലായിരുന്നു. കാരണം ചേച്ചി പഠിക്കുന്നുണ്ട്, അപ്പോൾ ചേച്ചിയുടെ ഫീസ് അവരാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഫീസ് കൊടുക്കാനുള്ള പൈസയൊക്കെ ഞാൻ തന്നെ പണിക്ക് പോയാണ് ആ ടൈമിൽ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഫീസ് കൊടുക്കാനുള്ള പൈസയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച് കോളേജ് ടൂർ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ ഒരു 5 ദിവസത്തെ ടൂറിനുള്ള പൈസ ഞാൻ ഉണ്ടാക്കി വെച്ചായിരുന്നു. അങ്ങനെ എല്ലാവരും ടൂറ് പോകാൻ റെഡി ആയിട്ട് നിന്ന സമയത്ത് ചേച്ചിക്ക് ഫീസ് കൊടുക്കേണ്ട ആവശ്യം വന്നു. വീട്ടിലാണെങ്കിൽ പൈസ ഇല്ല. അപ്പോൾ ആ ഒരു പൈസ ഞാൻ കൂട്ടി വെച്ചത് ചേച്ചിക്ക് അന്ന് ഫീസ് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചു. അന്ന് എൻ്റെ കോളേജിലെ എല്ലാവരും ടൂർ പോയി, ഞാൻ മാത്രം പോയില്ല. അന്ന് എനിക്കറിയാം പൈസ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരുടെയും കൂട്ടത്തിൽ എനിക്ക് പോവായിരുന്നു. അവർ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും, എല്ലാ സന്തോഷങ്ങളും എനിക്ക് അനുഭവിക്കായിരുന്നു. അവിടെ എൻ്റെ മുമ്പിൽ വില്ലനായിട്ട് നിന്നത് പൈസയാണ്. പിന്നീട് എനിക്ക് ആ പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റി. പക്ഷേ അപ്പോഴും ഒരു കാര്യമുണ്ട്, അന്ന് നഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ പൈസ ഉണ്ടാക്കാന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് നമ്മൾ ആദ്യം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നതെങ്കിലും പിന്നീട് എനിക്ക് തന്നെ തോന്നി പൈസ മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ. അതായത് എനിക്ക് ദൈവം തന്നിരിക്കുന്ന കുറച്ച് കഴിവുകൾ എനിക്ക് എന്തുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൂടാ. അതായത് എംഫോടെക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കൂടുതൽ ആളുകൾ കാണുന്നത് കുട്ടികളാണ്. അപ്പോൾ പുതിയൊരു തലമുറ വരുമ്പോൾ അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നുള്ളൊരു ചിന്തയിലാണ് റീസൈക്ലിംഗ് ഓഫ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നത്. അങ്ങനെ ആദ്യത്തെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഏകദേശം 800 കിലോ പ്ലാസ്റ്റിക് നമ്മൾ കരയിൽ നിന്നും വെള്ളത്തിൽ നിന്നുമായിട്ട് കളക്ട് ചെയ്ത് അതിനെ നമ്മൾ കൊണ്ടുപോയി വിൽക്കുകയാണ് കേട്ടോ ചെയ്തത്. അതായത് വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന പ്ലാസ്റ്റിക്കിനെ നമ്മൾ പല സ്ഥലത്തുനിന്നും, അതായത് ഇപ്പോൾ പഴയത് പറക്കാൻ വരുന്ന ആളുകളൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ എടുത്തിട്ട് പോകും. പക്ഷെ അവർക്ക് വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഇത്തിരി ദുർഘടമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊന്നും റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ കുറേ ടെക്നിക്സ് കണ്ടുപിടിച്ച് അതിനെ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുപോയി റീസൈക്ലിംഗ് പ്ലാന്റുകളിൽ കൊടുത്തായിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് നമുക്ക് തന്നെ റീസൈക്കിൾ ചെയ്തുകൂടാന്ന്. അപ്പോൾ കറൻ്റ്ലി ഞാൻ അതിനു വേണ്ടിയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏകദേശം ഒരു ഹാഫ് പോർഷൻ കഴിഞ്ഞു. അതായത് ഇപ്പോൾ വേസ്റ്റ് ബോട്ടിൽസ് ഒക്കെ കളക്ട് ചെയ്ത് അത് PET എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ആണ്, അതിനെ നമ്മൾ ഫിലമെൻ്റ് ആക്കി 3D പ്രിൻറ്റിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് ഞാനിപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1 ഇയറിൽ തന്നെ അത് പുറത്തേക്ക് വിടും. കാരണം ഇനി വരുന്ന ഫ്യൂച്ചറിൽ കുട്ടികൾ വേസ്റ്റ് പ്ലാസ്റ്റിക് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് റീയൂസബിൾ പ്ലാസ്റ്റിക് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഞാനിതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. കാരണം ഒരു 1 ഇയറിനുള്ളിൽ ഞാൻ എന്തായാലും അത് നല്ല രീതിക്ക് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ളൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.